സദ്യ ഉണ്ണാൻ പോയവനും ശാക്കാലയ്ക്ക് പപ്സടിക്കാൻ പോയവനും തല തല്ലി കരഞ്ഞ എന്റെ കർത്താവേ, എങ്ങനെങ്കിലും അത് തുറന്നതാ, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. തമ്പുരാൻ പറയും, രക്ഷയിൽ അടഞ്ഞത് അടഞ്ഞു, അടച്ചത് കർത്താവാണെങ്കിൽ തുറക്കാൻ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇനിയും ആരാധിച്ച് ആത്മനിറവ് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വെച്ച ടൈം അവസാനിച്ചു. ഞാൻ പറഞ്ഞു നിർത്തട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ടൈം അവസാനിക്കാൻ സമയമായി. യേശുവിൻ്റെ വരവടുത്തു കഴിഞ്ഞു. കാഹളനാദം കേൾക്കാൻ സമയമായി. ഇന്ന് കാണുന്നവരൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരകല്ലിൽ നിന്ന് അരച്ചവരാ, അടുത്ത നിമിഷത്തെ ഒരാളെ കാണാൻ പറ്റുന്നില്ല. എന്തു പറ്റി? യേശു എടുത്തുകൊണ്ട് പോയി. വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാ ഒരു കൂട്ടം ജനം, പെട്ടെന്ന് നോക്കിയപ്പോൾ കുറച്ചെണ്ണത്തിനെ കാണുന്നില്ല. എന്തു പറ്റി? യേശു എടുത്തുകൊണ്ട് പോയി. ഇന്നു കാണുവരെല്ലാം നാളെയുണ്ടാകുമോ, നാളെ നാളുകൾ നാഥൻ കരത്തിലല്ലോ. ദൈവമേ നിൻ കൃപ, ദൈവമേ നിൻ കൃപ, ദൈവമേ നിൻ കൃപ, ദൈവമേ നിൻ കൃപ. ക്രിസ്തുവിൽ മരിച്ചോരേ, ക്രിസ്തുവിൽ വളർന്നോരേ, ക്രിസ്തുവിൽ ജനിപ്പോരേ ഭാഗ്യവാൻ. യേശുവിനൂടെ ജീവിക്കണമോ? ഒറ്റ വഴി, സ്നാനപ്പെട്ട് കർത്താവിനെ സ്വീകരിക്കുക. നിനക്കിതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല. ബുദ്ധിയുള്ളവർ 1000 വട്ടം പറഞ്ഞതാ, കുഞ്ഞെ ആത്മനിറവുണ്ടാക്കിക്കോ. നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം നിനക്ക് പോകാൻ പറ്റത്തില്ല. ആദ്യമേ രക്ഷകനെ കർത്താവായി സ്വീകരിക്കുക. ഈ കർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആത്മനിറവുണ്ടാകും. അല്ലാതെ അമ്മാച്ചൻ കാണും, അമ്മാവി കാണും, അപ്പനറിയും, വീട്ടുകാരറിയും, നാട്ടുകാരറിയും, സമുദായം അറിയും എന്ന് പറഞ്ഞ് സ്നാനപ്പെടാതെ മാറി നിൽക്കുന്ന കൊച്ചമ്മേ, കഥ പടച്ചാ നിനക്ക് എവിടെയാ രക്ഷ?